ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് നിഹാൽ പെർസ്പെക്റ്റീവ്. രണ്ട് കാര്യം പറഞ്ഞാൽ ഈ വീഡിയോ ക്ലോസ് ചെയ്യും. ആദ്യത്തെ കാര്യം +2 റിസൾട്ട് വരാണ്. +2 റിസൾട്ട് വരാൻ വേണ്ടി പോകുന്നത് 21-ാം തീയതിയാണ്. അതായത് 21 മെയ് 21 നിങ്ങൾ +2 റിസൾട്ട് വരും. +2 റിസൾട്ട് വന്നു കഴിഞ്ഞാൽ എൻ്റെ കുട്ടികൾ ശ്രദ്ധിക്കേണ്ട, അല്ലെങ്കിൽ റിസൾട്ട് വരുന്നതിന് മുന്നേ അല്ലെങ്കിൽ വരുന്നതിന് ശേഷം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങൾ. നമ്പർ 1, ഒന്നാമത്തെ കാര്യം, എന്തായാലും നിങ്ങൾ റിസൾട്ട് നോക്കും. അതിനെപ്പറ്റിയാണ് നിഹാൽ സാർ പറയാൻ വേണ്ടി പോകുന്നത്. ആദ്യം നിങ്ങൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ അതിനെപ്പറ്റി ഓർത്തിരിക്കാൻ നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം, ആഫ്റ്റർ +2 ഞാൻ ഇനി എന്താണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്, അത് ആർക്ക് വേണ്ടിയിട്ട്, ഫോർ ഹൂം, ആർക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ ആഫ്റ്റർ +2 ഒരു കോഴ്സ് നിങ്ങൾ സെലക്ട് ചെയ്യുക. കാരണം നിങ്ങൾ ഏറ്റവും പല കുട്ടികളും ഇപ്പോൾ ഒരു +2 ഇപ്പോൾ നിങ്ങൾ പല കോഴ്സിനെ പറ്റി നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടാവും. ചില ആളുകൾ റിസൾട്ട് വരട്ടെ, അതിൻ്റെ മാർക്കൊക്കെ നോക്കിയിട്ട് അടുത്തൊരു കോഴ്സ് സെലക്ട് ചെയ്യാം എന്നതിനെ പറ്റി ചിന്തിക്കുന്ന ആളുകളായിരിക്കും. എന്ത് തന്നെയായാലും നിങ്ങൾ ഈ ഒരു കാര്യം ഹൂം, ആർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കോഴ്സ് സെലക്ട് ചെയ്യുന്നത്? നിങ്ങൾക്ക് വേണ്ടിയിട്ടാണോ? നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നിങ്ങളൊരു കോഴ്സ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ, ആ ഒരു കോഴ്സ് പഠിച്ചിട്ടാണ് എൻ്റെ ഫ്യൂച്ചർ ഞാൻ സെലക്ട് ചെയ്യാൻ വേണ്ടി പോകുന്നതെങ്കിൽ, കൃത്യമായി നിങ്ങൾ അതിനെ പഠിച്ചിട്ടേ നിങ്ങളൊരു തീരുമാനം എടുക്കാൻ പാടുള്ളൂ. അത് നിങ്ങൾ എന്തെന്നെ ആയിക്കോട്ടെ, അത് നിങ്ങളൊരു ഡിഗ്രി BA ആയിക്കോട്ടെ, അല്ലെങ്കിൽ BSc ആയിക്കോട്ടെ, ഇനി വേറെ എന്തെങ്കിലും പ്രൊഫഷണൽ കോഴ്സ് ആയിക്കോട്ടെ, എന്തുവാട്ടെ നിങ്ങൾ CA എടുക്കാൻ പോവുക, CMA എടുക്കാൻ വേണ്ടി പോവുക, അല്ലെങ്കിൽ BBA എടുക്കാൻ പോവുക, അല്ലെങ്കിൽ വാട്ട് എവർ ഇറ്റ് ഈസ്, നിങ്ങൾ എന്ത് കോഴ്സ് നിങ്ങൾ സെലക്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണെങ്കിൽ, നഴ്സിംഗ് എടുക്കാൻ പോകുമ്പോൾ നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് MBBS, വാട്ട് എവർ ഇറ്റ് ഈസ്, നിങ്ങൾ എന്ത് ഒരു കോഴ്സ് നിങ്ങൾ സെലക്ട് ചെയ്യും, ഇത് ആർക്കും എനിക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ഈ കോഴ്സിനെ പറ്റി എന്തൊക്കെ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ഒരു നല്ല കോളേജ് ഞാൻ എങ്ങനെയാണ് സെലക്ട് ചെയ്യുക, അതിനൊരു വീഡിയോ ഓൾറെഡി ഞാൻ ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ ഐ ബട്ടണിൽ കൊടുക്കുന്ന നിങ്ങളൊന്ന് കാണാം. അപ്പോൾ നിർബന്ധമായി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, ടു ഹൂം, ആർക്ക് വേണ്ടിയിട്ടാണ് ഞാനൊരു കോഴ്സ് സെലക്ട് ചെയ്യേണ്ടത്. ഒരുപാട് പ്രഷർ പല സ്ഥലത്തുനിന്നും വരും. പല ആളുകളും പലതും പറയും, അതെടുത്തോ ഇതെടുത്തോ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മറ്റുള്ളവർ കാണിച്ചു തന്ന വഴിയുടെ സഞ്ചരിക്കാനുള്ള സമയമല്ല ഇത്. അയാൾ ഇന്നൊരു കോഴ്സ് നല്ല ജോലി ഇട്ടുണ്ട് എങ്കിൽ അതെടുക്കാം. കാലം പറക്കാടാ, മാറ്റങ്ങൾ അത്രത്തോളം സ്പീഡ് പോയിക്കൊണ്ടിരിക്കുക. കാലഘട്ടത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരാത്ത കോഴ്സ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ യു വിൽ ബി ഔട്ട്ഡേറ്റഡ്. തുടക്കത്തിൽ ഔട്ട്ഡേറ്റ് ആയ ആൾക്കാരെ നിങ്ങൾ മാറും. അതുകൊണ്ട് ഇനി എടുക്കാൻ വേണ്ടി പോകുന്ന കോഴ്സ് വളരെ ശ്രദ്ധയോടുകൂടി നിങ്ങൾ കൈകാര്യം ചെയ്യുക. നമ്മുടെ ഈ ചാനൽ ഇനി അങ്ങോട്ടുള്ള വീഡിയോസ് മുഴുവൻ ആഫ്റ്റർ +2 സീരീസുമായി ബന്ധപ്പെട്ട വീഡിയോസ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യം നിങ്ങൾ കാണാൻ നിർബന്ധമായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് നമ്മുടെ ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുക. ഇനി അങ്ങോട്ട് ഒരുപാട് ആഫ്റ്റർ +2 നിങ്ങൾ ഓരോ കോളേജ് നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ പല ആൾ നമ്മൾ ക്യാൻവാസ് ചെയ്യാൻ വേണ്ടി വരും. ആ കോഴ്സ് എടുത്തോ, ഈ കോഴ്സ് എടുത്തോ. കേരളത്തിന് പുറത്ത് ബാംഗ്ലൂർ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതിനപ്പുറത്തേക്ക് നമുക്ക് ഒരുപാട് ചതിക്കുഴികളുണ്ട്. അപ്പോൾ ഓപ്പർച്യൂണിറ്റീസ് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ പല കോഴ്സും സെലക്ട് ചെയ്യുമ്പോൾ ഏറ്റവും ബേസിക് ക്രൈറ്റീരിയ എന്തൊക്കെയാണ്. അപ്പോൾ നമ്മൾക്ക് അറിയില്ല, പുറത്തൊരു കോളേജ് നമ്മളൊരു ബാംഗ്ലൂർ പോവുക, അല്ലെങ്കിൽ മൈസൂർ പോവുക, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലത്തൊരു കോഴ്സ് ഒരു കോളേജ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ ക്രൈറ്റീരിയ, ബേസിക് ക്രൈറ്റീരിയ എന്തൊക്കെയാണ്. ഞാനൊരു നഴ്സിംഗിന് ഒരു കോളേജ് സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ ഇനി ഒരു എഞ്ചിനീയറിംഗ് ഒരു കോളേജ് സെലക്ട് ചെയ്യുക, എന്തൊക്കെയാണ് ആ കോളേജിന് ഉണ്ടായിരിക്കേണ്ട എന്താണ്, പിന്നെ അതിൻ്റെ അതോറിറ്റീസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അതിനെന്തെല്ലാം അപ്രൂവൽസ് ആണ്, ഇതൊക്കെ അവിടെ ഉണ്ടോ ഇല്ല, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പലപ്പോൾ നമ്മൾ ചതിക്കുഴിയിൽ പെടാറുണ്ട്. സോ ലൈക്ക് ദാറ്റ് വീഡിയോസ് ഇസ് കമ്മിങ് സൂൺ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ആദ്യം നിങ്ങൾ എന്താണ് റിസൾട്ട് 21-ാം തീയതി വരും. അപ്പോൾ കൃത്യമായി നിങ്ങൾ അറിഞ്ഞിരിക്കണം, ഞാൻ എന്താണ് ഇനി പോകാൻ വേണ്ടി പോകുന്നത്. ഒരു ചെറിയ റിസർച്ച് നിങ്ങൾ നടത്തിയിട്ടോ, നിഹാൽ സാറിന് എന്തെങ്കിലും, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് എന്തെങ്കിലും സഹായം വേണമെങ്കിൽ എൻ്റെ ഇൻസ്റ്റ ID നിഹാൽ സാർ എന്ന് പറഞ്ഞ നിഹാൽ പെർസ്പെക്റ്റീവ് എന്ന ഇൻസ്റ്റ ID ഉണ്ട്. രണ്ടും നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം, ഞാനത് കാണുന്നത് നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. ഇനി നിങ്ങൾക്ക് സംശയങ്ങൾ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്തോ. എന്തൊക്കെയാണ് ആഫ്റ്റർ +2 നിങ്ങളുടെ കോഴ്സുമായി ബന്ധപ്പെട്ട ഒരുപാട് സംശയങ്ങൾ നിങ്ങൾക്കറിയാം, അതൊക്കെ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്തോ. ഈ കാര്യം നിർബന്ധമായി നിങ്ങൾ ശ്രദ്ധിക്കുക. അല്ലാതെ നമ്മൾ ചുമ്മാ ഒഴുകുന്ന വെള്ളത്തിൻ്റെ കൂടെ ഒഴുകിപ്പോകാൻ നിങ്ങളുടെ പ്ലാനെങ്കിൽ ആ വെള്ളം എവിടെ നിൽക്കുന്നോ നിങ്ങൾ അവിടെ നിന്ന് പോകും. നിൽക്കാൻ പാടില്ല. ഒഴുക്ക് എങ്ങനെയായാലും നമ്മൾ ഒഴുക്കിനെതിരെ നമ്മൾ നീന്തിയാൽ നമുക്ക് രക്ഷപ്പെടാം. ജീവിതം അങ്ങനെയാണ്, കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞ ജീവിതം. സോ വൈസായിട്ട് ഒരു കാര്യം നിങ്ങൾ ചൂസ് ചെയ്യുക. സോ റിസൾട്ട് വരാൻ വേണ്ടി പോകുന്നത് 21-ാം തീയതിയാണ്. എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ് നേരുകയാണ്. നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. കൃത്യമായൊരു വിഷയം നമുക്ക് ഉണ്ടാക്കിയെടുക്കണം, എങ്കിലേ നമ്മുടെ ലൈഫ് നമ്മുടെ ഒരു സേഫ് സോണിലേക്ക് എത്തുകയുള്ളൂ. സോ എല്ലാവർക്കും ഒരിക്കൽ കൂടി നിങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ള എക്സാം റിസൾട്ടൊക്കെ ഉഷാറായി വരട്ടെന്ന് മാത്രം ആശംസിച്ചുകൊണ്ട്, വിഷ് ചെയ്തുകൊണ്ട്, ആദ്യം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സ് ഒന്ന് വീഡിയോ ഷെയർ ചെയ്യുക. നിങ്ങളുടെ കൺസേൺ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. സോ താങ്ക് യു സോ മച്ച് വാച്ചിങ് നിഹാൽ പെർസ്പെക്റ്റീവ്. ബൈ.